പോരല്ലോ. ഓ ഭഗവാനെ, എന്റെ വഴി മുടക്കിയല്ലോ. എന്താ കുറുപ്പേട്ട? അതകം നീ തിരിച്ചു നടക്ക്, അല്ലെങ്കിൽ എന്റെ ബസ് പോകും. കുറുപ്പേട്ടൻ എന്താ ഈ പറയുന്നത്? തലയിൽ ഇത്രയും ഭാരം വെച്ച് ഞാൻ തിരിച്ചു നടക്കാനോ? ഓ എന്റെ ബസ് ഒന്ന് ഒതുങ്ങിയെങ്കിലും നിക്കണേ. പറ്റുമെങ്കിൽ പോ. ഓ ഓ പോകാൻ പറ്റുന്നില്ലേ കുറുപ്പേട്ട? തലേ കലമാണ്. എന്താ മുമ്പിലും പുറകിലും ഉരുളിയല്ലേ കമത്തി വെച്ചിരിക്കുന്നത്? അതെന്റെ കുറ്റമാണോ? ആണിക്കുറുപ്പ് കനകത്തിന്റെ കടമ്പയെ കടന്ന് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ട്രിപ്പിന്റെ സമയമാവും. വണ്ടി പോട്ടെ. നിർത്തണോ, ഞാനും വരുന്നു. ആദ്യം അത് കഴിഞ്ഞിട്ട് ഓ പോയി. ഈ ഉരുപ്പടിയെ കെട്ടിയെടുക്കാൻ കണ്ടൊരു നേരം. നിനക്ക് മാത്രമായി പഞ്ചായത്തിൽ റോഡ് പണിയാൻ ഞാൻ ഓമനക്കുട്ടനോട് പറയുന്നുണ്ട്. ബാങ്കിന്റെ കുടിശ്ശിക പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓമനക്കുട്ടിനെ പേടിച്ചാ ഞാൻ പോക്കറങ്ങാടിക്ക് പോകാതെ ഈ വഴി വന്നത്. ആ യജ്ഞം ഇന്നത്തോടെ തീരും. നിന്ന് ശൃംഗരിക്കാതെ ഞാൻ ഏത് വഴി പോകണമെന്ന് പറയടേ. കുറുപ്പേട്ട മനസ്സ് വെച്ചാ ഏത് വഴി വേണേലും പോകാം. എന്നാ ഞാൻ ഈ വഴി തന്നെ അങ്ങ് പൊക്കോളാം. പക്ഷെ നീ ഒന്ന് മനസ്സ് വെക്കണം. എന്റെ കല ഉടയ്ക്കാതെ പോണേ. ഞാൻ ഏറ്റു. ബസ് പോയെങ്കിലെന്താ? ഓ കുളിര് കോരിയിടുന്നു. ഇളിക്കാതെ എനിക്ക് ചായ തരുന്നുണ്ടോ അതോ ഞാൻ പോണോ? നീ ഒന്ന് ഇരിക്ക സുന്ദര, നിനക്ക് ഞാൻ ചായ തരാം. ഓമനക്കുട്ടൻ സാർ എന്നും രാവിലെ ഇവിടുന്നാണോ ചായ കുടിക്കുന്നത്? ദിവസവും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിച്ച് ബാങ്കിലോട്ട് എന്ന ഒരു പ്രത്യേക ഉഷാറാ. അല്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് ചായ വെച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ല അല്ലേ സാറേ? എന്തോ നീ വന്നത് ചായ പിടിക്കാനാണോ? അല്ല, ചാരായം കുടിക്കാൻ. അങ്ങോട്ട് നീങ്ങിയിരിക്കടാ. അവന്റെ ശൃംഗാരം. ഉമ്മ ഒരു കടി എടുക്കുന്നേ. തുമ്പയിൽ നിന്നൊരു റോക്കറ്റ് കൂടി വിക്ഷേപിക്കാൻ സാധ്യത. എന്റെ കടിയും പോയി. അവനും പോയി. വരട്ടെ ഉമ്മ. അങ്ങോട്ട് ഇറങ്ങ. കുറുപ്പേട്ടാ, കുറുപ്പേട്ട ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? ദേ ഓമനക്കുട്ടന്റെ നാടകത്തിൽ അഭിനയിക്കുന്ന നായിക വരുന്നു. എവിടെ? ദേ ആ ബസ്സില്. നടി കൊള്ളാവല്ലോ. കഴിഞ്ഞ തവണ ഏതോ ഒരു തള്ളയായിരുന്നില്ലേ? ഇതേതോ കൊച്ചെന്നറിയോ കുറുപ്പേട്ടന്? ഇല്ല. നമ്മുടെ മിൽമ ഗിരിജയുടെ മോളാ. ഉണ്ടായിരുന്നോ? വലിയ ഡാൻസ്. ആ ഓമനക്കുട്ടൻ ആള് കൊള്ളാവല്ലോ. അവൻ ഇവിടെ എങ്ങനെ ഒപ്പിച്ചു? മോള് നാടകത്തിൽ അഭിനയിച്ച മിൽമ ഗിരിജ ബാങ്കിൽ അടയ്ക്കാനുള്ള കാശ് എഴുതി തള്ളാമെന്ന് ഓമനക്കുട്ടൻ പറഞ്ഞത്രേ. നമസ്കാരം. എന്നെയാണോ നോക്കിയത്? എന്നെ ആയിരിക്കും. ആ അത് ശരി. നീ എന്റെ മുകളിൽ കൂടെ ലൈൻ വലിക്കുകയാണല്ലേ? അവൻ വലിക്കട്ടെ കുറുപ്പേട്ട, പ്രായം അതല്ലേ. നമുക്കത് കണ്ടെങ്കിലും രസിക്കാം. ഏട്ടൻ കൊണ്ടുവന്ന പെണ്ണിനെ തന്നെയാണ് ഇനി കൊളുത്തി വലിക്കണം. നാണമില്ലല്ലോടാ. എടാ വായി നോക്കി നിൽക്കാതെ പോയി കളക്ഷൻ എടുത്തിട്ട് വേടാ. അവന്റെ ഒരു പോക്കറങ്ങാടിക്ക് മുഴുവൻ അവധി കൊടുത്തു കുറുപ്പേട്ട. എല്ലാരും കെട്ടി എഴുന്നള്ളിട്ടുണ്ടല്ലോ. ഞങ്ങള് സീമയെ കാണാൻ വന്നതാ. ഇവിടെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ കാണാൻ പറ്റില്ല. അതെന്താ? ഇവിടുത്തെ സെക്യൂരിറ്റി ചുമതല മുഴുവൻ ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുത്തിരിക്കുക. പാർട്ടി ഫണ്ടിലേക്ക് ഉദാരമായ സംഭാവന കൊടുത്തവരെ മാത്രമേ അകത്തേക്ക് കടത്തി വിടാവുന്ന ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിന്റെ തീരുമാനം. അതാരാ? ഇപ്പൊ ഞാൻ എന്റെ വാസു സീമയെ കാണാനുള്ള കൊതി കൊണ്ട് മനുഷ്യൻ വയലിൽ വീണേച്ച് വന്നിരിക്കുക. ആണോ? സാധാരണ നടിമാരെ കാണാൻ പോണ ഒരു കുഴിയിലാണല്ലോ വീഴാറ്. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ ഏട്ടാ, ഞങ്ങളിത് ഫ്രീ ആയിട്ട് വിടന്നേ. കനകം പറഞ്ഞതിന്റെ പേരിൽ വിടാം, പക്ഷെ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ ഇവൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങളെ സീമയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. അപ്പൊ കനകത്തിന്റെ കൂടെ വന്ന ആൾക്കാർ മാത്രം പോട്ടെ. ആ പോട്ടെ. കാണാൻ പറ്റൂടാ. അയ്യോ അയ്യേ, ഇതാണോ സീമ? പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുരാണ പടം പോലെ ഉണ്ടല്ലോ. എന്തു ചേട്ടാ? ഞങ്ങൾ ആ പഴയ സീമയെ കാണാനാ വന്നത്. ഈ 1.5 മുണ്ടും ഒന്നും സീമയ്ക്ക് ചേരിയ. ആ കാലത്തിനൊത്ത് കോലം കെട്ടാതെ പറ്റുമോ ഏട്ടാ? വയസ്സായി വരുമല്ലേ. ആ ശരി, ഞാനെന്നാ ഷോർട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഓ ഞങ്ങൾ താമസിയാതെ വീട്ടിലേക്ക് വന്ന് പോവുക. ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി വിളിച്ചോണ്ട് വന്നപ്പോ അവർ ഐശ്വര്യ റോയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അവരുടെ മുന്നിൽ എന്റെ വില കളഞ്ഞില്ലേ? ഓ അവരുടെ മുമ്പ് നിനക്ക് വലിയ വിലയുണ്ട്. എനിക്ക് വിലയുണ്ട്.